Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ തട്ടിപ്പിന് ഇരയായ നിക്ഷേപകർക്കു വേണ്ടി സമരം ഉന്നത ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് CPI. അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ AR ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അങ്കമാലി അർബൻ സഹകരണ സംഘം തകർച്ചയിലേക്ക് നീങ്ങിയിട്ട് 2 വർഷം തികയാൻ പോകുന്നു. കോടികളുടെ കൊള്ളയടി നടന്നിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നില്ല, നിക്ഷേപകർക്ക് നീതി കിട്ടുന്നുമില്ല. ഈയൊരു സാഹചര്യത്തിലാണ് ജനകീയ പ്രക്ഷോഭം ഏറ്റെടുക്കാൻ CPI മുന്നോട്ട് വന്നത്. സംഘത്തിൽ മുഴുവൻ സമയ സെക്രട്ടറിയെ നിയമിക്കുക, കൊള്ളയടി നടത്തിയവരെ അറസ്റ്റ് ചെയ്യുക, കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുക, നിക്ഷേപകർക്ക് തങ്ങളുടെ പണം തിരികെ കിട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലുവയിലുള്ള സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ആലുവ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് മാർച്ച് ആരംഭിച്ചു. AR ഓഫീസിന് മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞു. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ രൂപം മാറും ഭാവം മാറും, രൂപം മാറും ഭാവം മാറും, രൂപം മാറും ഭാവം മാറും, രൂപം മാറും ഭാവം മാറും, പ്രതിഷേധത്തിൻ രൂപം മാറും, പ്രതിഷേധത്തിൻ രൂപം മാറും. ആരിത് പറയാനറിയാമോ, ആരിത് പറയാനറിയാമോ, ആരിത് പറയാനറിയാമോ, ആരിത് പറയാനറിയാമോ. അനവധി നിരവധി സമരമുഖങ്ങൾ, അനവധി നിരവധി സമരമുഖങ്ങൾ, അനവധി നിരവധി സമരമുഖങ്ങൾ, അനവധി നിരവധി സമരമുഖങ്ങൾ. ചോര കണ്ടു ചുവപ്പിച്ച, ചോര കണ്ടു ചുവപ്പിച്ച, ചോര കണ്ടു ചുവപ്പിച്ച, ചോര കണ്ടു ചുവപ്പിച്ച. CPI പറയുന്നു, CPI പറയുന്നു, ഒരേ തരത്തിൽ പറയുന്നു, ഒരേ തരത്തിൽ പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു. എവിടെ എവിടെ പണമെവിടെ, എവിടെ എവിടെ പണമെവിടെ, എവിടെ എവിടെ പണമെവിടെ, എവിടെ എവിടെ പണമെവിടെ, എവിടെ എവിടെ നിക്ഷേപം, എവിടെ എവിടെ നിക്ഷേപം, എവിടെ എവിടെ നിക്ഷേപം, എവിടെ എവിടെ നിക്ഷേപം. അങ്കമാലി അർബൻ ബാങ്കിൽ, അങ്കമാലി അർബൻ ബാങ്കിൽ, അങ്കമാലി അർബൻ ബാങ്കിൽ, അങ്കമാലി അർബൻ ബാങ്കിൽ. കോടികൾ കട്ടതറിഞ്ഞില്ലേ, കോടികൾ കട്ടതറിഞ്ഞില്ലേ, കോടികൾ കട്ടതറിഞ്ഞില്ലേ, കോടികൾ കട്ടതറിഞ്ഞില്ലേ. പാവപ്പെട്ടൊരു കർഷകനോ, പാവപ്പെട്ടൊരു കർഷകനോ, പാവപ്പെട്ടൊരു കർഷകനോ, പാവപ്പെട്ടൊരു കർഷകനോ. പടയം വെച്ചൊരു വീടും സ്ഥലവും, പടയം വെച്ചൊരു വീടും സ്ഥലവും, പടയം വെച്ചൊരു വീടും സ്ഥലവും. തുടർന്ന് നടന്ന ധർണ CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ആശാകേന്ദ്രമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ സഹായിക്കാൻ കഴിയുന്നത് നമ്മുടെ സഹകരണ പ്രസ്ഥാനമാണ്. ആ സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ അതിൽ അംഗങ്ങളാകുകയും അതിൽ പണം നിക്ഷേപിക്കുകയും അതിൽ നിന്ന് പണം കടമെടുക്കുകയും കടവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് ബാങ്കുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. അത് ഈ അങ്കമാലി അർബൻ ബാങ്കിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ AR ഓഫീസിൻ്റെ മുമ്പിൽ സമരം നടത്തേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കെടുകാര്യസ്ഥത മൂലമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നമുക്കറിയാലോ, AR ഓഫീസിൽ നിന്ന് ഏത് സഹകരണ ബാങ്കാണോ ആ ബാങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഓഡിറ്റർമാരെ നിയമിച്ചുകൊണ്ട് അതിനാവശ്യമായ ഒരു സംവിധാനം സഹകരണ മേഖലയിലുണ്ടല്ലോ. ആ സംവിധാനം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, സഹകരണ മേഖലയെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഒരു കാഴ്ചപ്പാട്, അതുപോലെ UDFിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നം, കരുവന്നൂർ ബാങ്കിൻ്റെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കണ്ടല തിരുവനന്തപുരത്ത് ബാങ്കിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ആ സന്ദർഭങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, അത് CPIയുടെ ആയാലും CPMൻ്റേതായാലും, ആ ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്
അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവരാൻ അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ യാതൊരു തരത്തിലും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്കമാലി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MS ചന്ദ്രബോസ് അധ്യക്ഷനായിരുന്നു. CPI മണ്ഡലം സെക്രട്ടറി M മുകേഷ്, LDF നേതാക്കളായ മാത്യൂസ് കോലഞ്ചേരി, ബെന്നി മൂഞ്ഞേലി, മാർട്ടിൻ B മുണ്ടാടൻ, 2020 സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ, CPI നേതാക്കളായ MM ജോർജ്, A ഷംസുദ്ദീൻ, MM പരമേശ്വരൻ, ജോസഫ് ചിറയത്ത്, VS ജയൻ, രേഖ ശ്രീജേഷ്, റീന ഷോജി, OG കിഷോർ, സീലിയ വിന്നി, ഗോപകുമാർ കാരിക്കോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആരെല്ലാമാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് പരിശോധിക്കുമ്പോൾ അർബൻ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗം, അതിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇത് അർബൻ സഹകരണ ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ, അതിനേക്കാളൊക്കെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം, ഒരു സഹകരണ സംഘം എന്ന് പറയുമ്പോൾ ഒരു സ്വതന്ത്ര സംഘമാണ്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം. ഏത് സഹകരണ സംഘത്തിനും സ്വതന്ത്രമായി പ്രവർത്തിക്കാം. എന്നാൽ ഒരു കടിഞ്ഞാനുണ്ട്. എവിടെയാണ് ആ കടിഞ്ഞാൻ? അത് സർക്കാരിന്റെ സഹകരണ വകുപ്പാണ്. സർക്കാരിന്റെ സഹകരണ വകുപ്പ് എന്നുള്ളതിലേക്ക് അതിലെ ഏറ്റവും ഈ സഹകരണ സംഘങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനമാണ് AR ഓഫീസ്. അതുകൊണ്ട് തന്നെയാണ് AR ഓഫീസിന് മുമ്പിലേക്ക് CPIയുടെ സന്നദ്ധ ഭടന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സമര വളണ്ടിയർമാർ സമരം കുറെ ചെയ്തു. ഒരു അലങ്കാപ്പാറ നയം സ്വീകരിക്കുന്നു, AR ഉൾപ്പെടെ. ആ ആക്ഷേപമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ARഉം ARന്റെ മുകളിലുള്ള JRഉം രജിസ്ട്രാറും ഒക്കെ തന്നെ ഇതെന്താ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അത്തരം നിലപാട് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ അവന്റെ ജീവിത പ്രതിസന്ധി സമയത്ത് ലോൺ എടുക്കും. ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാതെ വരാം. പക്ഷേ 10 ലക്ഷം രൂപ ലോൺ എടുക്കാൻ 10 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. അവരെ നമ്മൾ മോശമായി കാണേണ്ടതില്ല. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, അവൻ അടയ്ക്കാൻ പറ്റാതെ വന്നു, ചിലപ്പോൾ അത് ജപ്തി ചെയ്തു പോകും. എത്രയോ ആൾക്കാർ നമ്മുടെ വീടുകളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 10 ലക്ഷം രൂപ ലോൺ എടുക്കാൻ 1 ലക്ഷം രൂപയുടെ വസ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അഴിമതിയാണ്. 10 ലക്ഷം രൂപയുടെ ലോൺ എടുക്കാൻ വേണ്ടി 1 ലക്ഷം രൂപയുടെ വസ്തുവാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. മറ്റ് പല സഹകരണ ബാങ്കുകളിലും കേരളത്തിന്റെ അകത്ത് വിവിധ സഹകരണ ബാങ്കുകളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾക്കൊക്കെ കാരണം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ ക്രമക്കേടിന് കൂട്ടുനിൽക്കുന്നു എന്നതാണ് സഹകരണ മേഖല, സഹകരണ സംഘങ്ങൾ തകർച്ചയിലേക്ക് പോകാനായിട്ട് കാരണമാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇടതുപക്ഷ മുന്നണി കേരളം ഭരിക്കുമ്പോൾ ഇതുപോലത്തെ ജനകീയ തട്ടിപ്പ് നടത്തുന്ന വീരന്മാരെ ഒരിക്കലും ജീവിക്കാൻ അനുവദിച്ചുകൂടാ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കേരളത്തിലെ സഹകാരികളുടെ പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായി വളർന്നു വന്ന ഈ നിക്ഷേപ സംരംഭത്തെ അതിന് വേരറക്കാൻ കടയറക്കാൻ ഒരിക്കലും ഇടതുപക്ഷ മുന്നണിയിലെ ഒരു ഘടക കക്ഷികളും അതിന് ഒപ്പം നിൽക്കരുത്. അതിന് മുന്നിൽ നിന്ന് ഞങ്ങളോടൊപ്പം പോരാടണം. ഞങ്ങൾക്ക് CPI വിശ്വാസമാണ്. നിക്ഷേപക സമിതി നേതാക്കളായ PA തോമസ്, CP സെബാസ്റ്റ്യൻ തുടങ്ങിയവരും ധർണാ സമരത്തിൽ പങ്കെടുത്തു. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസ് മടിക്കുകയാണെന്നും ഈ സ്ഥിതി തുടർന്നാൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തുമെന്നും CPI നേതാക്കൾ വ്യക്തമാക്കി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.